വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ലിൻഡലുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതുവഴി നിങ്ങൾക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ലാഭിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു 10 വർഷം ആ ബിൽഡിംഗ് നിലനിൽക്കുമോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ പോയപ്പോൾ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഒരു ബിൽഡിങ്ങിന് പ്ലിന്ത് ബീം ഇല്ല, അതുപോലെ തന്നെ ലിൻഡലില്ല, അതുപോലെ തന്നെ കാൻഡിലിവർ ആയിട്ടുള്ള ഒരു കോളത്തിനെ സപ്പോർട്ട് ചെയ്തത് വെറും 4 ഇഞ്ചിൻ്റെ സിമെൻറ്റ് കട്ട ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ കാൻഡിലിവർ സ്റ്റെപ്പിൻ്റെ ബീമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെറും ഒരു ചെങ്കലിൻ്റെ മുകളിൽ മാത്രമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിൻഡൽ ഇല്ല. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും എഞ്ചിനീയേഴ്സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിൽഡേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? പടവ് പണിയുന്ന സമയത്ത് ഇത്ര വരികൾ കഴിഞ്ഞാൽ നമ്മളൊരു ലിൻഡൽ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലേ? ഈ രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ചീപ്പായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന ആൾക്കാർക്കും പലപ്പോഴും വർക്ക് കിട്ടുന്നുണ്ടാവുക. നിങ്ങളൊരു കോൺട്രാക്ടർക്ക് നിങ്ങളുടെ വർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആർക്കിടെക്റ്റായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ കൂടിയിരുന്ന് അത് ഏതൊക്കെ രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്, അതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ കമ്പിയാണ്, ഏത് സിമെൻറ്റാണ്, ബീം ഡെപ്തുകളൊക്കെ എങ്ങനെയാണ് ആ സ്ട്രക്ചറിൻ്റെ സേഫ്റ്റി വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോസ്റ്റൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ല ഇനി ഈ ഒരു രീതിയിൽ ഇതൊരു ശരിയായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ പറയും.